ജൂൺ 29 അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും റോമിലെ രക്തസാക്ഷിത്വത്തിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കപ്പെടുന്നു. ഗലീലയിലെ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു സൈമൺ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ്. മത്സ്യത്തൊഴിലാളിയായ സഹോദരൻ ആൻഡ്രു മുഖേന കർത്താവായ യേശുവിനെ പരിചയപ്പെട്ടു. യേശു അവന് സെഫാസ് എന്ന പേര് നൽകി, പാറ എന്നർത്ഥം. കാരണം ക്രിസ്തു തൻ്റെ സഭയെ പണിയുന്ന പാറയായി അവൻ മാറും. പത്രോസ് കർത്താവിൻ്റെ ധീരനായ അനുയായിയായിരുന്നു. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണെന്ന് ആദ്യമായി തിരിച്ചറിയുകയും മരണം വരെ തൻ്റെ വിശ്വസ്തത ആകാംക്ഷയോടെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തത് അവനായിരുന്നു. അവൻ പല തെറ്റുകളും, ക്രിസ്തുവിനൊപ്പം വെള്ളത്തിൽ നടക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുക, അവൻ്റെ വികാരത്തിൻ്റെ രാത്രിയിൽ കർത്താവിനെ ഒറ്റിക്കൊടുക്കുക എന്നിവയെല്ലാം ചെയ്തു. എന്നിരുന്നാലും മാനുഷിക ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ പത്രോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം സഭയുടെ തലവനെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു. പത്രോസ് അപ്പസ്തോലന്മാരുടെ ആദ്യത്തെ പോപ്പായി നയിക്കുകയും ശിഷ്യന്മാർ യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ പത്രോസ് തൻ്റെ അവസാന വർഷങ്ങൾ റോമിൽ ചെലവഴിച്ചു. സഭയെ പീഡനങ്ങളിലൂടെ നയിക്കുകയും ഒടുവിൽ 64 രക്തസാക്ഷ്യം വരിക്കുകയും ചെയ്തു. തൻ്റെ കർത്താവായി മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് അവകാശപ്പെട്ടതിനാൽ സ്വന്തം അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ തലകീഴായി ക്രൂശിച്ചു. വിജാതീയരുടെ അപ്പസ്തോലനായിരുന്നു വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ കത്തുകൾ പുതിയ നിയമത്തിൻ്റെ രചനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് എന്ന പേര് ലഭിക്കുന്നതിന് മുൻപ് അവൻ ജെറുസലേമിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വത്തിൽ സാവൂൾ സന്നിഹിതനാണെന്ന് രേഖപ്പെടുത്തുന്നു. ഡമാസ്കസിലെ ക്രിസ്ത്യൻ സമൂഹത്തെ പീഡിപ്പിക്കാൻ പോകുന്നതിനിടെയാണ് സാവൂളിൻ്റെ മതമാറ്റം. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വലിയ വെളിച്ചം അവനെ വലയം ചെയ്തു. അയാൾ അന്ധനായി കുതിരപ്പുറത്ത് നിന്നും വീണു. അപ്പോൾ തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിന്? അവൻ മറുപടി പറഞ്ഞു, കർത്താവെ, നീ ആരാണ്? ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ ഡമാസ്കസിലേക്ക് പോയി അവിടെ സ്നാനമേൽക്കുകയും കാഴ്ച വീണ്ടെടുക്കുകയും ചെയ്തു. മെഡിറ്റേറിയൻ വിജാതീയരോട് വിശ്രമമില്ലാതെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി തൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചു. പൗലോസിനെ തടവിലാക്കി റോമിലേക്ക് കൊണ്ടുപോയി. അവിടെ 67 ശിരഛേദം ചെയ്യപ്പെട്ടു. 395 ഒരു പ്രസംഗത്തിൽ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞു, പത്രോസും പൗലോസും 2 അപ്പസ്തോലന്മാരും ഒരേ പെരുന്നാൾ ദിവസം പങ്കിടുന്നു. കാരണം ഇവർ 2 പേരും ഒന്നായിരുന്നു. വ്യത്യസ്ത ദിവസങ്ങളിൽ അവർ കഷ്ടപ്പെട്ടെങ്കിലും അവർ ഒന്നായിരുന്നു. പത്രോസ് ആദ്യം പോയി, പൗലോസ് പിന്നാലെ പോയി. അങ്ങനെ അപ്പസ്തോലന്മാരുടെ രക്തത്താൽ നമുക്കായി വിശുദ്ധീകരിച്ച ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു.